ഹലോ ഓൾ. കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ EVS വിഷയത്തിൽ ഗ്രഹങ്ങൾ എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ ഇരട്ട, സൂര്യൻ്റെ അരുമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹമായ ശുക്രനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, ചെറുമീൻ, വെള്ളിമീൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് പൈതഗോറസാണ്. സൂര്യോദയത്തിന് തൊട്ടു മുൻപും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ആകാശത്ത് കാണാൻ കഴിയുന്ന ഗ്രഹമാണ് ശുക്രൻ. റോമാക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. റോമാക്കാരുടെ സൗന്ദര്യദേവതയുടെയും വസന്തദേവതയുടെയും പേര് നൽകപ്പെട്ട ഗ്രഹവും ശുക്രനാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹവും ശുക്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹമാണ് ശുക്രൻ. 0.7 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് സൂര്യനിൽ നിന്നും ശുക്രനിലേക്കുള്ള അകലം. ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹം ശുക്രനാണ്. ശരാശരി താപനില എന്ന് പറയുന്നത് 462 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. തിളക്കത്തിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ശുക്രമേഘങ്ങൾ സൂര്യപ്രകാശത്തെ ശക്തിയായി പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു ശുക്രനാണ്. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. പരിക്രമണത്തേക്കാൾ സ്വയം ഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹം ശുക്രനാണ്. സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസമാണ് ശുക്രസംതരണം. ശുക്രനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു.